പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോസ്റ്റൽ മാനുവൽ വോളിയം 5 കുറച്ച് ചോദ്യോത്തരങ്ങൾ MCQ രൂപത്തിൽ ചർച്ച ചെയ്ത് പോവുകയാണ്. ഇത് അറ്റൻഡ് ചെയ്യുക, റിപ്പീറ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പതിയെ ഈ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് പരിചിതരാകുക, എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യുക. പോസ്റ്റൽ മാനുവൽ വോളിയം 5 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക്, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. ആദ്യത്തെ ചോദ്യം: എ റെയിൽവേ സ്റ്റേഷൻ വേർ ദ ബീറ്റ്സ് ഓഫ് 2 ട്രാൻസിറ്റ് സെക്ഷൻസ് ജോയിൻ ആൻഡ് വേർ ദ മെയിൽസ് ബ്രോട്ട് ബൈ വൺ ഓഫ് ദം ആർ ഹാൻഡഡ് ഓവർ ടു ദ അതർ ഈസ് കാൾഡ്. ചേഞ്ചിങ് സ്റ്റേഷൻ. താഴെ പറയുന്നതിൽ ഏതാണ് ഡ്യൂ ബാഗ്? മെയിൽ ബാഗ്. രജിസ്റ്റേർഡ് ബാഗ് താഴെ പറയുന്നതിൽ ഏതാണ്? ഏത് ടൈപ്പ് ബാഗാണ്? ഡ്യൂ ബാഗ്. RMS ഡിവിഷൻ്റെ ഇൻചാർജ് ആരാണ് താഴെ പറയുന്ന ഓപ്ഷനിൽ? സൂപ്രണ്ട് ഓഫ് RMS അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ട് ഓഫ് RMS. അടുത്ത മെയിൽ ഓഫീസ്. ഒരു മെയിൽ ഓഫീസ് ദാറ്റ് ഡീൽസ് വിത്ത് മെയിൽ ബാഗ്സ്, അവർക്ക് അഡ്രസ്സ് ചെയ്ത മെയിൽ ബാഗ്സിൻ്റെ കണ്ടൻസുമായിട്ട് ഡീൽ ചെയ്യുന്നു. ആൻഡ് വിത്ത് ക്ലോസ്ഡ് ഫോർവേഡ് ബാഗ്സുമായിട്ടും ഡീൽ ചെയ്യുന്നു. അത് എന്താണ് ആ ഒരു മെയിൽ ഓഫീസിന് പറയുന്നത്? സോർട്ടിംഗ് ഓഫീസ്. എ സ്റ്റേഷൻ ബണ്ടിൽ കണ്ടെയ്ൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? സ്റ്റേഷൻ ബണ്ടിലിനകത്ത് താഴെ പറയുന്നതിൽ ഏതൊക്കെ ഉൾക്കൊള്ളുന്നു? Station unregistered articles. The area within which the postal overseers, postmen, village postmen are required to perform their respective duties is called. Beat. What shows the details of bags that are due to be opened in each set? Due mail list ആണ്. അതാണ് ഡീറ്റെയിൽസ് തരുന്നത്, ഏതൊക്കെ ബാഗുകളാണ് ഒരു സെറ്റിൽ ഡ്യൂ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. എ സബ് ഫോറിൻ പോസ്റ്റ് ഓഫീസ് ഈസ് താഴെ പറയുന്നതിൽ ഏതാണ്? നോട്ട് ആൻ എക്സ്ചേഞ്ച് ഓഫീസ്. എ ബാഗ് ഈസ് യൂസ്ഡ് ടു എൻക്ലോസ് സെവറൽ ബാഗ്സ് സെൻഡ് ടു ദ സെയിം ഓഫീസ് ഓർ സെക്ഷൻ thereby affording protection to them is called. ട്രാൻസിറ്റ് ബാഗ്. ഒരുപാട് ബാഗുകൾ ഒരൊറ്റ ബാഗിലായിട്ട്. സോർട്ടിംഗ് ബണ്ടിൽ ആർ പ്രിപ്പയർഡ് വെൻ ആർട്ടിക്കിൾസ് ആർ ഈക്വൽ ടു ഓർ മോർ ദാൻ. സോർട്ടിംഗ് ബണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത് ആർട്ടിക്കിളുകൾ 25 സോർട്ടിംഗ് ബണ്ടിലുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാഷ് ബാഗ് എന്താണ് താഴെ പറയുന്നതിൽ? അൺയൂഷ്വൽ ബാഗ്. A branch office situated in a town or its suburbs where there is also a head office is termed as town branch office. A bag is used to enclose correspondence of the high officer of government called cam bag. ഒരു ആർട്ടിക്കിളുടെ ഫേസ് എന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? Side on which address is written. Post office which is situated on a line of through mail communication receive and sorts bag intended for office in advance without opening them is transit office. അത് ഡെഫിനിഷൻ പോലെയാണത്. A stationary office of the railway mail service where the work purpose of the sections attached to it are prepared, പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നു, ചെക്ക്ഡ് ആൻഡ് പ്ലേസ്ഡ് ഓൺ റെക്കോർഡ് ആൻഡ് ബൈ വിച്ച് ആൾ ഫോംസ്, ബാഗ്സ് ആൻഡ് സ്റ്റേഷനറി റിക്കോർഡ് ഫോർ ദ യൂസ് ഓഫ് ദോസ് സെക്ഷൻസ് ആർ സപ്ലൈഡ് ഈസ് കാൾഡ് അസ്. ഇതൊരു ഡെഫിനിഷനാണ്. റെക്കോർഡ് ഓഫീസ്. എ സോർട്ടിംഗ് അസിസ്റ്റന്റ് ഹു വർക്ക്സ് വിത്ത് എ സോർട്ടിംഗ് ഓഫീസ് over only a portion of its working hours to assist the set
where the work is heavy is called സബ്സിഡിയറി സോർട്ടിംഗ് അസിസ്റ്റൻറ്റ്. അടുത്തത് പോസ്റ്റൽ ഡയറക്ടറേറ്റിൻ്റെ ഡി സെക്ഷൻ വിൽ ഫങ്ഷൻ as സെൻട്രൽ ബാക്ക് ഓഫീസ്. Late letters without having seen fully prepaid with postage and late fee are called too late articles. Transcription center is a cell established in എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? Sorting office. How many classes of head post office are there? Two. The second class HO is under the control and supervision of Group B officer. The term that is used to designate all officials in the RMS other than supervising officers, male guards and MTS. Sorting assistant. Trial card and a form number. M26A. A and B order is issued by സൂപ്രണ്ട് ഓഫ് RMS. താഴെ പറയുന്നതിൽ ഡിസ്ട്രിക്ട് ബാഗ് ഓഫീസ് ഏതാണ്? HR ആയിരിക്കും ഡിസ്ട്രിക്ട് ബാഗ് ഓഫീസ്. MMCയുടെ ഫുൾ ഫോം Mass Mailing Center. The first class head office situated at the headquarters of the head of a circle or where there is more than one such head office. The one attached to the headquarters is termed as General Post Office. അതും ഡെഫിനേഷൻ പോലെ വരുന്നതാണ്. The official in charge of a sub-record office. Sub-record ഓഫീസിൻ്റെ official in charge. സബ് റെക്കോർഡ് ഓഫീസർ. എ ഓർഡർ എന്താണ് കണ്ടെയ്ൻ ചെയ്യുന്നത്? പ്രപ്പോസ്ഡ് ചേഞ്ചസ് ഇൻ ദ സോർട്ടിംഗ് ലിസ്റ്റ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ആൻ എയർമെയിൽ ബാഗ് വിൽ ഓർഡിനറിലി ബി ക്ലോസ്ഡ് ഇൻ. എയർമെയിൽ ബാഗ് സാധാരണയായിട്ട് അത് ക്ലോസ് ചെയ്യുന്ന എന്തിലാണ്? ബ്ലൂ ദുസൂത്തി ബാഗ്. Railway mail service working on railway or river steamer lines is called transit section. Account bag from head post office to sub post office should not contain the following. കാണരുത്. SODLE account. A bag used between a branch office and its account office to enclose cash bags and all article documents etc. is called branch office bag. The bag used between a sub office and its head office to enclose cash bags and articles, documents etc. connected with accounts as well as correspondence unconnected with accounts is called as അക്കൗണ്ട് ബാഗ്. ഹൂ ഫിക്സസ് മിനിമം അല്ലെങ്കിൽ മാക്സിമം ബാഗ് ബാലൻസ് ഓഫ് UBO യൂണിറ്റ് ബാഗ് ഓഫീസസ്? ആരാണ് ഫിക്സ് ചെയ്യുന്നത്? സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ്. ട്രയൽ കാർഡ് ഈസ് യൂസ്ഡ് ഫോർ. ട്രയൽ കാർഡ് എന്തിനു യൂസ് ചെയ്യുന്നു? ടു ഡിറ്റർമിൻ ദ റിലേറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് ആൾട്ടർനേറ്റീവ് മെയിൽ റൂട്ട്സ് ഓർ ദ കാസ്റ്റ് ഓഫ് ഡിറ്റൻഷൻ ടു ആർട്ടിക്കിൾ. A head office is the main office of a group post offices consisting of itself and a number of small offices called dash and branch offices which have been placed under its accounts jurisdiction. ഹെഡ് ഓഫീസിൻ്റെ അറ്റ് റിലേറ്റീവ് പറയുമ്പോഴത്തേക്കും അത് ഉത്തരം സബ് ഓഫീസസ് ആണ്. ഓക്കെ,
തൽക്കാലം ഇവിടെ നിർത്തുവാണ്. വീഡിയോ ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.